ഹായ്, എല്ലാവർക്കും സഹാരി പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ശരത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. സമയങ്ങളായിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രതിരോധ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മിസൈൽ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ മിസൈൽ മാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. നോക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കി ആരൊക്കെയാണുള്ളത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഉണ്ട്, ഡോക്ടർ ഹോമി ജെ ബാബയുണ്ട്, ഡോക്ടർ CV രാമൻ, വിക്രം സാരാഭായ് എന്നിങ്ങനെ തോന്നിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതുപോലെ ഡോക്ടർ ഹോമി ജെ ബാബയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം, ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹോമി ജെ ബാബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രം സാരാഭായ്. അത് മൂന്നും ചോദ്യങ്ങളാണ് കേട്ടോ, ഓർത്തിരിക്കുക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഹോമി ജെ ബാബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് എന്ന് പറയുന്നത്. അതുപോലെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ടെസ്സി തോമസ് ആണ്. അതുപോലെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുൻ ISRO ചെയർമാനായ K. ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? K. ശിവനാണ്. അതുപോലെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാളാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോകാം. ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്, ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്? കൽപ്പന ചൗള, ഋതു കരുതാൾ, റീമ ഘോഷ്, നിധി പോർവാൾ. ആരാണ്? ഋതു കരുതാളാണ് അല്ലെ? ഋതു കരുതാളാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആരാണ്? ഋതു കരുതാളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? അപ്പൊ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതെന്ന് പറയുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? വിക്രം സാരാഭായ് ആണ്. ബാക്കി ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഡോക്ടർ രാജാ രാമണ്ണയുണ്ട്. ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന്റെ തലവനായിരുന്നു ഡോക്ടർ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്, ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്, ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജാ രാമണ്ണയാണ്. ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന്റെ തലവൻ അദ്ദേഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആണവ
ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി, ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ചന്ദ്രയാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങളാണ്. ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, ചന്ദ്രയാനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങൾ 3 കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ലൂണാർ മിഷൻസ് 3 കഴിഞ്ഞിരിക്കുന്നത്. ചന്ദ്രയാൻ 1 ഉണ്ട്, അതുപോലെ തന്നെ ചന്ദ്രയാൻ 2 ഉണ്ട്, അതുപോലെ 3ാമത്തെ ചന്ദ്ര ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആണ്. 1ാമത്തെ ചന്ദ്ര ദൗത്യം നടക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ നടക്കുമ്പോഴത്തേക്ക് ISRO ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്നത് ജി മാധവൻ നായരാണ്. ISROയുടെ ചെയർമാൻ ആയിരുന്നു. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ജി മാധവൻ നായരാണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്നത് ആരാണ്? കെ ശിവനാണ് ISROയുടെ ചെയർമാൻ ആയിരുന്നത്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് എസ് സോമനാഥാണ് ISROയുടെ ചെയർമാൻ പദവിയിൽ ഇരുന്നതെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 1 ജി മാധവൻ നായർ, ചന്ദ്രയാൻ 2 കെ ശിവൻ, ചന്ദ്രയാൻ 3ന്റെ സമയത്ത് സോമനാഥ് എന്നിവരാണ് ISROയുടെ തലപ്പത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളവരൊക്കെ ISRO ചെയർമാൻമാരാണ്. സോമനാഥ് മുമ്പ് കിരൺകുമാർ. ഈ ശൈലേഷ് നായക് എന്ന് പറയുന്നത് ISROയുടെ ഒരു എന്താ പറയുക താൽക്കാലിക ചെയർമാനായിട്ട്, അല്ലെങ്കിൽ ചെയർമാൻ ഇൻചാർജായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ശൈലേഷ് നായക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. APJ അബ്ദുൾ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. APJ അബ്ദുൾ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തേത്, ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. നേരത്തെ ക്വസ്റ്റ്യനുകളിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പൊ അത് ശരിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. APJ അബ്ദുൾ കലാം ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? തമിഴ്നാട്ടിലെ കുംഭകോണമല്ല, രാമേശ്വരമാണ്. രാമേശ്വരത്താണ് ആര് ജനിച്ചിരിക്കുന്നത്? APJ ജനിച്ചത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി കുംഭകോണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലമാണ് എന്ന് പറയുന്നത് കുംഭകോണം എന്ന് പറയുന്നത്. MS സ്വാമിനാഥന്റെ ബർത്ത് പ്ലേസ് ആണ്, ജന്മസ്ഥലമാണ് ഇത് കുംഭകോണം എന്ന് പറയുന്നത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി ഒന്നുമല്ല, അഗ്നി ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. മൂന്നാമത്തതും തെറ്റിലെ APJയുടെ ആത്മകഥ എന്ന് പറയുന്നത് എന്താണ്? വിങ്സ് ഓഫ് ഫയർ ആണ്. അഗ്നി ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. ശരിയാണ്. പീപ്പിൾസ് പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? APJ അബ്ദുൾ കലാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ശരിയായിട്ട് വരുന്നുണ്ട്? 1ഉം 4ഉം മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 4ഉം മാത്രമാണ് വരുന്നത്. തെറ്റായതെന്നാണ് നമ്മുടെ ചോദ്യം. ശരിയായിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ തെറ്റായത് ഏതെല്ലാം എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ തെറ്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാര്യം വ്യക്തമാണോ? അടുത്തതിലേക്ക് ഞാൻ കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത്, ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ആരാണ്? വിക്രം സാരാഭായി ആണ് അല്ലെ. വിക്രം സാരാഭായി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വിക്രം സാരാഭായി. അതുപോലെ APJ അബ്ദുൾ കലാം മിസൈൽ മാൻ എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രശേഖരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രശേഖർ പരിധി അല്ലെങ്കിൽ പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റ് ആണ് ഇത് ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്. ചന്ദ്രശേഖർ പരിധി അവതരിപ്പിച്ചത്. പിന്നെ അതുപോലെ CV രാമന് ശേഷം ഫിസിക്സിന് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്
നോബൽ സമ്മാനം നേടിയ ഏക ഇന്ത്യൻ വംശജനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. CV രാമന് ശേഷം ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഫിസിക്സിന് നോബൽ സമ്മാനം നേടിയ ഏക ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്ന ആരാണ്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ആണ്. CV രാമനെ കുറിച്ച് പറഞ്ഞാൽ രാമൻ എഫക്ട് 1928 ഫെബ്രുവരി 28 രാമൻ എഫക്ട് വിശദീകരിക്കുകയും 1930 അദ്ദേഹം നോബൽ സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ അഥവാ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറയുന്നതാണ് ഫെബ്രുവരി 28 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 ഇതാണ്: കോട്ട ഹരിനാരായണ വാസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ഇന്ത്യസ് ഫസ്റ്റ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ്. അതെ, തേജസ് വികസിപ്പിക്കുന്നത് ശരിയല്ലേ? തേജസ് യുദ്ധവിമാനം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് HAL ആണ് വികസിപ്പിച്ചത്. തേജസ് യുദ്ധവിമാനം വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് കോട്ട ഹരിനാരായണയാണ്. ട്രൂ ആണ്. അടുത്ത നോക്കി സ്റ്റേറ്റ്മെന്റ് 2 നോക്കി: സത്യേന്ദ്രനാഥ ബോസ് അഥവാ SN ബോസ് വാസ് കൺഫേർഡ് വിത്ത് ദ പത്മവിഭൂഷൺ ഇൻ 1954. ബോസിന് 54 പത്മവിഭൂഷൺ ലഭിച്ചു. ശരിയാണ്, അതും ശരിയായിട്ടുള്ളതാണ്. APJ അബ്ദുൽ കലാം വാസ് അവാർഡഡ് ദ ഭാരത് രത്ന ഇൻ 1997. ശരിയല്ലേ? 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. തന്നിരിക്കുന്ന 3 ട്രൂ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3 ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതിലേക്ക് പോകുന്നു. Which Indian scientist was the chairman of the Indian Calendar Reform Committee constituted by the Council of Scientific and Industrial Research? അതായത് CSIR-ന്റെ കലണ്ടർ റിഫോം കമ്മിറ്റിയുടെ 1952 കലണ്ടർ റിഫോം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, മേഘനാഥ് സാഹ, സത്യേന്ദ്രനാഥ ബോസ്, ഹോമി ജെ ബാബ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ആരാണ് 1952 CSR-ന്റെ കലണ്ടർ റിഫോം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് മേഘനാഥ് സാഹയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മേഘനാഥ് സാഹ അല്ലെങ്കിൽ MN സാഹ എന്ന് പറയാം. MN സാഹ ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാഹയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ ആണ്. തിയററ്റിക്കൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തിയൊരു സയന്റിസ്റ്റ് ആണ് MN സാഹ എന്ന് പറയുന്നത്. തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ അവതരിപ്പിച്ച സയന്റിസ്റ്റ് ആണ് എന്ന് പറയുന്നത് മേഘനാഥ് സാഹ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following statements about Shakuntala Devi is correct? ശകുന്തള ദേവിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഷീ ഈസ് നോൺ ആസ് ഹ്യൂമൻ കമ്പ്യൂട്ടർ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ്. ഇറ്റ്സ് ട്രൂ. നൗ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. In 1980 she found the result of multiplying two 13-digit numbers in 28 seconds. 1980 രണ്ട് 13 അക്ക സംഖ്യകളുടെ ഗുണനഫലം കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ 28 സെക്കൻഡ് സമയം കൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ശകുന്തള ദേവി കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മനുഷ്യ കമ്പ്യൂട്ടർ, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ആരാണ്? ശകുന്തള ദേവിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത മൂന്നാമത്തെ ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ഹെഡ് എ മിസൈൽ പ്രൊജക്ട് ഇൻ ഇന്ത്യ. മിസൈൽ പ്രൊജക്ട്, ഇന്ത്യയിലെ ഒരു മിസൈൽ പദ്ധതിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മിസൈൽ പദ്ധതിയുടെ ഹെഡായിട്ട് ആദ്യ വനിത എന്ന് പറയുന്നത് ശകുന്തള ദേവിയല്ല, ടെസി തോമസ് ആണ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. 1ഉം 2ഉം ട്രൂ ആണ്. അപ്പൊ ആൻസർ ആയിട്ട് 1 and 2 നമുക്ക് പറയാൻ സാധിക്കും. 1 and 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: Who developed the thermal ionization equation which explains changes in the rate of ionization of a stellar element? Who developed the thermal ionization equation which explains ചേഞ്ചസ് ഇൻ ദ റേറ്റ് ഓഫ് അയണൈസേഷൻ ഓഫ് എ സ്റ്റെല്ലാർ എലമെന്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ തെർമൽ അയണൈസേഷൻ ഇക്വേഷന്റെ കാര്യം. ഞാൻ കുറച്ചു മുമ്പ് സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞു ഞാൻ എടുത്തു പറഞ്ഞാണ്. തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ അവതരിപ്പിച്ചത് മേഘനാഥ് സാഹ അഥവാ MN സാഹയാണ്. ആൻസർ ഓപ്ഷൻ C എന്ന് പറയാം. ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: Consider the following statements about Homi J. Bhabha. നമുക്ക് വേണ്ടത് ഈസ് കറക്റ്റ് ഓർ ഈസ് ഓർ ആർ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഹി വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ അറ്റോമിക് എനർജി കമ്മീഷൻ സെറ്റപ്പ് ഇൻ 1948. ശരിയാണ്. ആണവോർജ കമ്മീഷൻ 48 നിലവിൽ വന്നത്. അതിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഹോമി ജെ ബാബയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്
he made contributions to cosmic radiation and quantum theory. അദ്ദേഹത്തിന്റെ പഠന മേഖല എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയും കോസ്മിക് റേഡിയേഷൻ കോസ്മിക് വികിരണങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പഠന മേഖല എന്ന് പറയുന്നത്. രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്ക് the first atomic reactor അപ്സര അല്ലെങ്കിൽ ഇന്ത്യസ് ഫസ്റ്റ് അങ്ങനെ നമുക്ക് വായിക്കുന്നത് India's first atomic reactor Apsara was established under his guidance. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് അപ്സരയാണ്. ഹോമി ജെ ബാബയുടെ കീഴിൽ അപ്സര സ്ഥാപിച്ചത് ബാർക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റിയാക്ടറാണ് അപ്സര എന്ന് പറയുന്നത്. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് റിയാക്ടറാണ് അപ്സര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് അപ്സരയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ഫീഡർ റിയാക്ടർ എന്ന് പറയുന്നത് കാമിനിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആണവ വൈദ്യുത നിലയം എന്ന് പറയുന്നത് താരാപൂർ ആണ്, ടാപ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 3 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? 3 ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് എന്ത് പറയാം? ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The first atomic reactor of India established under the guidance of Homi J. Bhabha was dash. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ബാബയുടെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ എന്ന് പറയുന്ന ഏതാണ്? അപ്സരയാണ്. എന്നാൽ കാമിനിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കാമിനി എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ്. ഏത്? കാമിനി എന്ന് പറയുന്നത്. കാമിനി എന്ന റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽപ്പാകത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാമിനി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അപ്സര എന്ന് പറയുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രോംപെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ധ്രുവ പൂർണിമ ഇതൊക്കെ ബാക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടറുകളാണ് ധ്രുവ, പൂർണിമ, സർലിൻ അങ്ങനെ റിയാക്ടേഴ്സ്, റിസർച്ച് റിയാക്ടേഴ്സും കൂടെ ബാർക്കിന് കീഴിൽ വരുന്നുണ്ട്. അടുത്തേക്ക് പോയേക്കാം. അടുത്ത ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ISRO ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ. ഹി വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. തെറ്റാണ്. ഫസ്റ്റ് ചെയർമാൻ അല്ല, ചെയർമാൻ ആയിരുന്നു. ISROയുടെ ചെയർമാൻ ആയിരുന്നു, പക്ഷെ ഫസ്റ്റ് ചെയർമാൻ അല്ലായിരുന്നു പറയുന്നത് ജി മാധവൻ നായർ എന്ന് പറയുന്നത്. ഹി വാസ് ഹോണേഡ് വിത്ത് ദ പത്മവിഭൂഷൺ ഇൻ 2009. ശരിയാണ്. പത്മവിഭൂഷൺ 2009 ലഭിച്ചിട്ടുണ്ട്. ദ ചന്ദ്രയാൻ 1 മിഷൻ വാസ് ലോഞ്ച് ഡ്യൂറിംഗ് ഹിസ് ടെൻഡർ. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ചന്ദ്രപര്യവേഷണമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ആൻസർ ആയിട്ട് പറഞ്ഞാൽ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയുകയാണെങ്കിൽ 2 and 3 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 2 and 3 വരുമ്പോഴത്തേക്ക് എന്താ പറയാൻ സാധിക്കും? നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വിക്രം സാരാഭായ്. വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയേ. ഹി വാസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ആരാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? വിക്രം സാരാഭായ് തന്നെയല്ലേ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ നോക്കിയേ. ദ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ അറ്റ് കൽപ്പാകം വാസ് വൺ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹിം. വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട കുറച്ച് അധികം സ്ഥാപനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇതൊക്കെ സ്ഥാപിച്ചത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ സ്ഥാപിച്ച ആരാണ്? വിക്രം സാരാഭായ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് പറയാം. മൂന്നാമത്തെ നോക്കിയേ. Indian Remote Sensing Day. Indian Remote Sensing Day is celebrated on his birthday August 12. ശരിയാണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? ഓഗസ്റ്റ് 12 ആണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് APJ അബ്ദുൽ കലാം. അവിടെയും വേണ്ടത് ഈസ് ഓർ ആർ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ഹി വാസ് നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ ശരിയാണ്, മിസൈൽ മാൻ ആണ്. ഹി വാസ് ദ 11th person to become
ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ശരിയാണ്, 11ാമത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. പീപ്പിൾസ് പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് APJ എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഹി വാസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദ ന്യൂക്ലിയർ ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഇൻ പൊക്രാൻ ഇൻ 1998. 1998 സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യയുടെ 2ാം അണുപരീക്ഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ട്രൂ ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: The Tumba Equatorial Rocket Launching Station was established as a result of the vision of dash. ആരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇത് നമ്മൾ നേരത്തെ മലയാളത്തിൽ ഒരു ചോദ്യമായിട്ടും കണ്ടതാണ്. അപ്പൊ വിക്രം സാരാഭായി ആണ് TERLS തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത്. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാലും 63 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: Which of the following institutions was founded by മെഹനാദ് സാഹ? മെഹനാദ് സാഹയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് അലഹബാദ്. ശരിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി കൊൽക്കത്ത സാഹയാണ് സ്ഥാപിച്ചത്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൊൽക്കത്ത സാഹയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ്. 3ഉം ട്രൂ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. Which award was conferred on Vikram Sarabhai posthumously in 1972? മരണാനന്തര ബഹുമതിയായിട്ട് 1972 വിക്രം സാരാഭായിക്ക് നൽകിയ പുരസ്കാരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പത്മവിഭൂഷൺ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പത്മവിഭൂഷൺ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് അച്ചീവ്മെന്റ്സ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല കേസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ ഹിമാലയൻ ഗാമാറേ ഒബ്സർവേറ്ററി. ഹൈഗ്രോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഗ്രോ സ്ഥാപിച്ചത് എന്ന് പറയുന്നത് അബ്ബാസ് മിശ്രയാണ്. ഹൈഗ്രോ സ്ഥാപിച്ചത് അബ്ബാസ് മിശ്രയാണ്. അപ്പൊ 1 എന്ന് പറയുന്നത് അബ്ബാസ് മിശ്ര എന്ന് പറയാം. അബ്ബാസ് മിശ്രയാണ് ഹൈഗ്രോ സ്ഥാപിച്ചത്. അപ്പൊ നമുക്ക് അവിടുന്ന് അത് വെച്ചൊന്ന് കണക്ട് ചെയ്യാം. അത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ. ഓപ്ഷൻ എ 1 അബ്ബാസ് മിശ്ര, ഓപ്ഷൻ ബി ഓപ്ഷൻ സി അഗൈൻ 1 അബ്ബാസ് മിശ്രയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാം ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നോക്കേണ്ട സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് made contributions in quantum mechanics and Bose-Einstein theory. Bose-Einstein theory എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് പറയാൻ സാധിക്കും ആരാണ്? നമ്മുടെ സത്യേന്ദ്രനാഥ ബോസ് ആണ്. SN ബോസിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. SN ബോസ് ആവുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി, ഇത് രണ്ടാമത്തെ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അപ്പൊ അതല്ല വന്നിരിക്കുന്നത്. സത്യേന്ദ്രനാഥ് ബോസ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. അതിന്റെ അടുത്തെന്ന് പറയുന്നത് UGCയുടെ ആദ്യ ചെയർമാൻ എന്നുള്ള കാര്യം. സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. UGCയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. SSB ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം: ദ ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട was designed and launched under the guidance of. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത്. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് എന്ന് പറയുന്ന ആരാണ്? ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ ആണ്. ഉടുപ്പി രാമചന്ദ്ര റാവു അഥവാ UR റാവു ആണ്. UR റാവു. അടുത്ത ക്വസ്റ്റ്യൻ: Regarding the contributions of S. Chandrasekhar, consider the following statements. He was awarded Nobel Prize in Physics in 1983. ശരിയാണ്, 1983 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. He formulated the limit for a white dwarf star to be 1.44 times the solar mass of the sun. അതെ, സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങുള്ള നക്ഷത്രങ്ങൾ അവസാനം കത്തിയെരിഞ്ഞ് വെള്ളക്കുള്ളന്മാരായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ മാസ് ലിമിറ്റിന് പറയുന്ന പേരാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. ഒരു ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത് 1.44 ടൈംസ് സോളാർ മാസ് ആണ്. 1.44 ടൈംസ് എന്താണ് വരുന്നത്? സോളാർ മാസ് ആണ്. അപ്പൊ നമുക്ക് അവിടുന്ന് രണ്ടാമത്തതും ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹിസ് വർക്ക് എക്സ്പ്ലെയിൻഡ് ദ ഒറിജിൻ ഓഫ് സ്റ്റെല്ലാർ സ്പെക്ട്ര. ശരിയാണോ?
അല്ല, അത് അയണൈസേഷൻ ഇക്വേഷൻ ആണ്. സ്റ്റെല്ലാർ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയുന്നത്, ഒറിജിൻ ഓഫ് സ്റ്റെല്ലാർ സ്പെക്ട്ര എന്ന് പറയുന്നത് MN സാഹയുടെയാണ്, മേഘനാഥ് സാഹയാണ് അയണൈസേഷൻ തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് പറയുമ്പോഴത്തേക്ക് 1 and 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സയന്റിസ്റ്റ് ആൻഡ് ദെയർ നോട്ടഡ് ഡെസിഗ്നേഷൻസ്. ഹോമി ജെ ബാബ ഈസ് കൺസിഡേർഡ് എസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. ശരിയല്ലേ? ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പിതാവാണ്. ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട കറക്റ്റ്ലി മാച്ച്ഡ് ആണ് വേണ്ടത്. കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഡോക്ടർ രാജാ രാമണ്ണ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്. ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജാ രാമണ്ണ തന്നെയാണ്. അടുത്ത് നോക്കിയേ, MK വൈനു ബാപ്പു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ അസ്ട്രോണമി. ശരിയാണ്. മൂന്നാമത്തേത് ശരിയാണ്. അപ്പോൾ മൂന്നും കറക്റ്റ് ആണ്. മൂന്നും കറക്റ്റ് എന്ന് പറയാൻ സാധിക്കും. മൂന്നും കറക്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കാര്യം മനസ്സിലായോ? നല്ല ചോദ്യങ്ങളാണ് അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഇൻ 1974 അറ്റ് പൊക്രാൻ വാസ് സൂപ്പർവൈസ്ഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ബൈ. അതായത് ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജാ രാമണ്ണയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവെന്ന് ആരറിയപ്പെടുന്നത്? ഡോക്ടർ രാജാ രാമണ്ണ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് മിസൈൽ പ്രൊജക്ട് ഡയറക്ടർ ഇസ് നോൺ ആസ് ദ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, ഹു ഇസ് നോൺ ആസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ആരാണ്? Which of the following institutions was not established by Vikram Sarabhai? വിക്രം സാരാഭായ് സ്ഥാപിച്ചത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. PRL വിക്രം സാരാഭായ് സ്ഥാപിച്ചതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വിക്രം സാരാഭായ് സ്ഥാപിച്ചതാണ്. VSSC വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. അടുത്ത സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് MN സാഹ, മേഘനാഥ് സാഹയാണ് സ്ഥാപിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി എടുക്കാൻ സാധിക്കും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ രാജാ രാമണ്ണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യസ് ന്യൂക്ലിയർ പ്രോഗ്രാം. അവിടെ നമുക്ക് വേണ്ടത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? Consider the following statements regarding India's nuclear program. Homi J. Baba is credited as the father of Indian nuclear program. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്. ഇന്ത്യയുടെ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള വ്യക്തതയില്ല. നമുക്ക് ട്രൂ ഐഡന്റിഫൈ ചെയ്യാം. ശരിയായിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം, നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ഹോമി ജെ ബാബ ഈസ് ക്രെഡിറ്റഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇന്ത്യയുടെ അണുപരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ബാബയാണ്. ഇന്ത്യസ് ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ അപ്സര വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അണ്ടർ ബാബാസ് ഗൈഡൻസ്. ട്രൂ ആണ്. ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിലാണ് അപ്സര ട്രോംബയിൽ ബാർക്കിന് കീഴിൽ സ്ഥാപിതമായത്. ഓപ്ഷൻ മൂന്നാമത്തെന്ന് പറയുന്നത് രാജാ രാമണ്ണ, നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്, സൂപ്പർവൈസ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ഇൻ 1974 വിത്ത് ദ കോഡ് നെയിം സ്മൈലിംഗ് ബുദ്ധ. ശരിയാണ്. വലിയൊരു സ്റ്റേറ്റ്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചോദ്യമാണ്. തന്നെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന എല്ലാം ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്, ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ഇൻ 1974, ഒന്നാം അണുപരീക്ഷണം നടന്ന വർഷം എടുത്തു ചോദിച്ചിട്ടുണ്ട്. കോഡ് നെയിം ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ബുദ്ധാസ് അല്ലെങ്കിൽ സ്മൈലിംഗ് ബുദ്ധ. മൂന്ന് ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി നാലാമത്തേലേക്ക് വരുമ്പം ബാബ സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. തെറ്റാണ്. CSIRന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഓപ്ഷൻ സി 1, 2, 3 ഉള്ളൂ. 4 തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 and 3 ഉള്ളിയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, Consider the following statements. Which of the above statement is or are correct? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Eknath Vasant Chintis, who received the Padma Bhushan in 1985, was associated with the establishment of TERLS.
തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അടുത്ത രണ്ടാമത് ഇതാണ്. ദി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ ലോഞ്ച് ഓഫ് ദ ഫസ്റ്റ് റോക്കറ്റ് ഫ്രം ദ ഇൻഗോസ്പാർ. ശരിയാണ്. ആദ്യ റോക്കറ്റ് ഇത് ഇൻഗോസ്പാർ 1962 സ്ഥാപിച്ചതെന്ന് പറയുന്നത് 62 ദ 5th ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ലോഞ്ച് ഫ്രം ദ TER. സോ ദ ലോഞ്ച് ഓഫ് RHS 200 റോക്കറ്റ് അല്ല. മൂന്നാമത്തെ തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ പറയാം. 1 and 2 is the right answer. The first woman to head a missile project in India. ഇന്ത്യയിൽ ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആദ്യ വനിതയാണ് ചോദിച്ചിരിക്കുന്നത്. മിസൈൽ പ്രൊജക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ടെസി തോമസ് is the right answer. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which missile projects were led by Tessie Thomas as project director? ടെസി തോമസ് ഏത് മിസൈൽ പദ്ധതിക്കാണ് നേതൃത്വം നൽകിയതാണ് ചോദിച്ചിരിക്കുന്നത്. പൃഥ്വി ആൻഡ് അഗ്നി 1, അഗ്നി 1 ആൻഡ് അഗ്നി 2, അഗ്നി 4 ആൻഡ് അഗ്നി 5. ഓപ്ഷൻ സി ആണ് ടെസി തോമസ് നേതൃത്വം നൽകിയ പദ്ധതികൾ എന്ന് പറയുന്നത്. അടുത്തത്. ഇൻ വിച്ച് ഇയർ വാസ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന് ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1983. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത. A kind of particle in an atom has been named boson after which Indian scientist? ബോസോൺ എന്ന കണത്തിന് പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ സത്യേന്ദ്രനാഥ ബോസ് SN ബോസിനോടുള്ള സ്മരണാർത്ഥമാണ്. SN ബോസിനോടുള്ള സ്മരണാർത്ഥമാണ് ബോസോൺ എന്നത് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സത്യേന്ദ്രനാഥ ബോസ് is the answer. അടുത്തത്. Who is known as the father of fiber optics and coined the term fiber optics? ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഫൈബർ ഒപ്റ്റിക്സ് എന്ന പദം ആദ്യമായി 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്ത് ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് നമ്മുടെ നരേന്ദർ സിംഗ് കപാനിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. Who is known as human computer? മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവിയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Who is the founder director of Council of Scientific and Industrial Research? CSIR-ന്റെ സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് CSIR-ന്റെ സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements about Dr. APJ Abdul Kalam is or are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. is or are correct. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. He was the project director in ISRO for India's first satellite launch vehicle. SLV പ്രൊജക്ടിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു. ശരിയല്ലേ? His autobiography is titled as Ignited Minds. Ignited Mind എന്ന് പറയുന്നത് APJയുടെ ബുക്കാണ്. പക്ഷെ ഓട്ടോബയോഗ്രഫി അല്ല. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് വിങ്സ് ഓഫ് ഫയർ ആണ്. അഗ്നിച്ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2 തെറ്റാണ്. ഹി വാസ് അവാർഡഡ് ദ ഭാരതരത്ന ഇൻ 1997. ശരിയാണ്. 1ഉം 3ഉം ട്രൂ ആണ്. 1ഉം 3ഉം ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളോട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.